എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 24-ാം ദശകത്തിലെ 4-മത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. തതോസ്യ പ്രഹ്ലാദസമജനിസുതോ ഗർഭവസതൗ മുനേർവീണാവാണേരധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യാ ശിശുരപി സമേത്യത്വൈരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. തതോസ്യ, തഥാ അസ്യ, കുറച്ച് കാലത്തിനു ശേഷം ഈ ഹിരണ്യകശിപുവിന്, അതായത് ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഹിരണ്യകശിപുവിന് മഹാഭക്തനായ ഒരു പുത്രൻ ജനിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ആരായിരുന്നു ആ പുത്രൻ? പ്രഹ്ലാദ സമജനി സുതോ. പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. എങ്ങനെയുള്ള പ്രഹ്ലാദനാണ് ജനിച്ചത്? അതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. ഗർഭവസതൗ, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ, മുനേ വീണാപാണി, വീണാപാണിയായ മുനിയായ നാരദനിൽ നിന്ന്, അധിഗത ഭവദ്ഭക്തിമഹിമാ, അങ്ങയിലുണ്ടായിരിക്കേണ്ട ഭക്തിയുടെ മാഹാത്മ്യം നല്ലതുപോലെ മനസ്സിലാക്കിയ പ്രഹ്ലാദൻ. സ വൈ ജാത്യാ ദൈത്യ ശിശു അപി, അവനാകട്ടെ ജന്മനാ അസുരനും ബാലനുമാണ് എങ്കിലും, സമേത്യ ത്വയിരതിം, അങ്ങയിലുള്ള ഭക്തി നേടുകയും അതിൽ രതി കണ്ടെത്തുകയും ചെയ്തു. ഗതസ്ത്വദ്ഭക്താനാം വരദ, ത്വദ്ഭക്താനാം, അങ്ങയുടെ ഭക്തന്മാർക്ക്, വരദ, ഹേ വരദ, അതായത് ഹേ വരദായകനായ ഭഗവാനേ എന്ന് വിളിക്കുകയാണ് ഭട്ടതിരിപ്പാട്. പരമോദാഹരണതാം ഗത, പരമമായ ഒരു ഉദാഹരണമായി മാറി അവൻ. അതായത് അവിടുത്തെ ഭക്തന്മാർക്ക് ഏറ്റവും വലിയ മാതൃകയായി മാറി പ്രഹ്ലാദൻ എന്ന ആ അസുരക്കുട്ടി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അനന്തരം ഗർഭസ്ഥിതനായിരിക്കുമ്പോൾ തന്നെ തമ്പുരുവേന്തിയ നാരദ മഹർഷിയാൽ വിഷ്ണുഭക്തി പ്രഭാവം ഉപദേശിക്കപ്പെട്ട പ്രഹ്ലാദൻ എന്ന പുത്രൻ ഹിരണ്യകശിപുവിന് ജനിച്ചു. വരദായകനായ ഹേ ഭഗവാനെ, ജന്മനാ അസുരനും ശിശുവുമായ പ്രഹ്ലാദകുമാരൻ അങ്ങയുടെ ഭക്തനായി തീരുകയും ഭക്തന്മാർക്ക് ഏറ്റവും വലിയ മാതൃകയായി തീരുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതത്തിലെ 7-ാം സ്കന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 24-ാം ദശകങ്ങളിൽ പല കാര്യങ്ങളും എഴുതി വച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഭാഗം ഭാഗവതം 7-ാം സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. ഏകദേശം ഒരു 16 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. അതായത് ഈ പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപു തപസ്സു ചെയ്യാൻ വേണ്ടി മന്ദരപർവ്വതത്തിലേക്ക് പോയി. ആ സമയത്ത് ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു. ഇന്ദ്രനാണെങ്കിൽ എന്താ ചെയ്ത്? ഇന്ദ്രൻ എപ്പോഴും സ്ത്രീകളോടാണല്ലോ കണ്ണ്. എല്ലാവരും തോൽപ്പിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ വിജയശ്രീലാളിതരായി തിരിച്ചു മടങ്ങി കൂടെയുള്ളവർ. പക്ഷേ ദേവേന്ദ്രൻ ഗർഭിണിയായ കയാതുവിനെ, അതായത് ഈ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ, അതായത് ഇപ്പോഴത്തെ പ്രഹ്ലാദൻ്റെ അമ്മയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ബലമായി പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീ കരയുന്നുണ്ട്. മാർഗമധ്യേ നമ്മുടെ നാരദ മഹർഷി ഇത് കണ്ടു. നാരദ മഹർഷി എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നാരായണ നാരായണ അവിടെയും വന്ന് ഇടപെട്ടു. അപ്പോൾ ചോദിക്കുക, ശോ എന്തൊരു ബുദ്ധിമോശമായി ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ പറഞ്ഞ, എന്താ കുഴപ്പം? എന്നെ ഉപദ്രവിച്ചതല്ലേ,
ഇവളുടെ ഭർത്താവ്, അതുകൊണ്ട് ഇവളെ ഞാൻ കൊണ്ടുപോകുക. അപ്പം ചോദിക്കുക, ഈ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഇതിലും വലിയൊരു ദുരിതം ഒന്നും ഇല്ല, അതുകൊണ്ട് വിടൂ എന്ന് പറഞ്ഞ് ആ കയാതുവിനെ രക്ഷപ്പെടുത്തി നാരദ മഹർഷി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി പരിപാലിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ഈശ്വര കഥകൾ, ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ നിറഞ്ഞ കഥകൾ ഉപദേശിച്ചു ഈ കയാതു എന്ന സ്ത്രീക്ക്. പക്ഷേ അസുര സ്ത്രീയല്ലേ, അതിലും കൂടുതൽ ആ കാര്യങ്ങൾ ഗ്രഹിച്ചത് ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദനായിരുന്നു. അങ്ങനെയാണ് പ്രഹ്ലാദൻ ഇത്രയും വലിയ ഭക്തനായി മാറിയത്. അതായത് ജനിക്കുന്നത് അസുരനായിട്ടോ ദേവനായിട്ടോ എന്നുള്ളതല്ല, നാം പഠിക്കുന്നത് എന്താണ് എന്നതാണ് പ്രധാനം. ഹരേ കൃഷ്ണ.